കാർഷിക പെരുമയിൽ തല ഉയർത്തി നിൽക്കുന്ന ഏഴിക്കരയിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. കരയെയും കായലിനെയും സമന്വയിപ്പിച്ചുള്ള കൃഷികളാണ് ഏഴിക്കരയെ വ്യത്യസ്തമാക്കുന്നത്. പൊക്കാളി മുതൽ കാളാഞ്ചി വരെ നീളുന്ന കൃഷികൾ കർഷകരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പള്ളിയാക്കൽ ബാങ്കിന്റെ പുത്തൻ മാതൃക. കാണേണ്ടതാണ്, മാതൃകയാക്കേണ്ടതാണ്. എറണാകുളം ഏഴിക്കരയിൽ നിന്ന് വിഷ്ണു സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരു കാർഷിക ഗ്രാമം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഒരു സഹകരണ ബാങ്ക്. അവിടെയുള്ള കുറേ കർഷകർ, നന്മയുള്ള ഒരുപാട് മനുഷ്യർ. അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. വ്യത്യസ്തമായ കൃഷിരീതികളും വ്യത്യസ്തമായ പരിപാലനങ്ങളും. ഏഴിക്കരയിലെ പള്ളിയാക്കൽ ബാങ്കിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങോട്ടേക്കുള്ള യാത്രയും അവിടെയുള്ള കാഴ്ചയുമെല്ലാം അതിമനോഹരമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച അരി ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം പൊക്കാളി എന്ന് പറയേണ്ടി വരും. പൊക്കത്തിൽ ആളുന്നത് എന്തോ അതാണ് പൊക്കാളി. ഇതിൻ്റെ പരിപാലന രീതിയും കൃഷി രീതിയും എല്ലാം വലിയ വ്യത്യസ്തം നിറഞ്ഞതാണ്. അതെന്തൊക്കെയാണ് എന്ന് കർഷകരോട് തന്നെ ചോദിച്ചറിയാം. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പുഷ്ടവും സമ്പന്നവുമായ ഒരു ജൈവ കൃഷിയാണ് പൊക്കാളി കൃഷി. തികച്ചും പ്രകൃതിയെ മാത്രം ആശ്രയിച്ചാണ് കൃഷി നടത്തുന്നത്. പൊക്കാളി എന്ന് പറയുമ്പോൾ തന്നെ അതിന് എത്ര വെള്ളം പൊങ്ങിയാലും അതിൻ്റെ പൊക്കം കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പൊക്കത്തിലാളുന്നതുകൊണ്ടാണ് പൊക്കാളി എന്ന് പറയുന്നത്. നമ്മുടെ പൊക്കാളി കൃഷി സംബന്ധിച്ചോളം ഒരു രീതിയിലുള്ള വളപ്രയോഗമോ കീടനാശിനിയോ ഉപയോഗിക്കാതെ 100% ജൈവ കൃഷി എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. നമുക്കറിയാം, ഈ നെൽകൃഷിയെ സംബന്ധിച്ചോളം ഒരു ജൈവ രീതിയിലുള്ള നെൽകൃഷി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ നിലക്കുള്ള ഒരു വില നമുക്ക് കിട്ടാറില്ല. അതിൻ്റെ ഉൽപ്പാദന ചെലവും ഉൽപ്പാദനം രണ്ടും കൂടി നോക്കുമ്പോൾ വലിയ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കർഷകൻ ഈ രംഗത്ത് നിന്ന് പിന്മാറാനുള്ള കാരണം. പ്രധാനമായും പൊക്കാളി രംഗത്ത് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും പലിശരഹിതമായിട്ടുള്ള വായ്പ അനുവദിച്ചുകൊണ്ടാണ് ബാങ്ക് പ്രവർത്തിച്ചു വരുന്നത്. നമ്മുടെ ബാങ്കിന് കീഴിൽ പൊക്കാളി SHG എന്ന് പറയുന്ന സ്വയാശ്രയ സംഘം രൂപീകരിച്ചുകൊണ്ട് ഏതാണ്ട് 120ഓളം വരുന്ന കർഷകർ, പൊക്കാളി നെൽ കർഷകർ ഇതിൽ അംഗങ്ങളാണ്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന വിത്തും അതുപോലെ തന്നെ അവരുടെ കാർഷിക പ്രവർത്തനത്തിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ തൊഴിൽ സേനയെയും കൂടി സജ്ജീകരിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ അവരെ നമ്മൾ സഹായിച്ചു വരുന്നത്. ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ബാങ്ക് 52 രൂപ വില നിശ്ചയിച്ചുകൊണ്ട് എടുക്കുകയും ബാങ്കിൻ്റെ തന്നെ അതിനൂതനമായിട്ടുള്ള മില്ലിൽ ഇത് കൈതകം എന്ന പേരിൽ അരിയാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ പൊതുവിപണിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും ബാങ്ക് നടത്തി വരികയാണ്. സാധാരണ കർഷകർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ വിൽപ്പന എവിടെ നടത്തും എന്നുള്ളത്. പക്ഷേ പള്ളിയാക്കൽ സർവീസ് സഹകരണ ബാങ്കിലേക്ക് വരുമ്പോൾ അത്തരം ആശങ്കകളൊന്നും കർഷകർക്കില്ല. കാരണം പൊക്കാളി കൃഷിക്ക് വേണ്ടി അല്ലെങ്കിൽ പൊക്കാളി അരി വിൽക്കുന്നതിന് വേണ്ടി പ്രത്യേക ബ്രാൻഡ് തന്നെ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കൈതകം എന്നാണ് ആ ബ്രാൻഡിൻ്റെ പേര്. സംസ്ഥാനത്തുടനീളം പൊക്കാളി അരികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡായി കൈതകം മാറിയിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മാതൃകാപരമായ ഇടപെടൽ എന്നതിനെ വിശേഷിപ്പിക്കാം. കേരളത്തിലെ 3 ജില്ലകളിൽ നിന്നും പൊക്കാളി കൃഷി ചെയ്യുന്ന കർഷകരിൽ നിന്നും നമ്മൾ നെല്ല് ശേഖരിക്കുകയും കൂടിയ വിലയ്ക്ക് തന്നെ 52 രൂപയ്ക്ക് നെല്ല് ശേഖരിക്കുകയും നമ്മുടെ ആധുനിക മെഷീനറീസ് ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്ത് നെല്ല് കുത്തി കൈതകം എന്ന ബ്രാൻഡിലാണ് നമ്മുടെ പള്ളിയാക്കലിൽ നിന്നും പൊക്കാളി അരി ഇറക്കുന്നത്.
പെരിയാറിലാണുള്ളത്. പെരിയാറിൽ മത്സ്യകൃഷി ഒരുപാടായി നടക്കുന്ന സ്ഥലമാണ്. ഈ പള്ളിയങ്കൽ ബാങ്കുമായി ബന്ധപ്പെട്ട് 50ലധികം കർഷകരാണ് പെരിയാറിൽ കൂട് കൃഷി നടത്തുന്നത്. പ്രത്യേകിച്ച് വറ്റ, കാളാഞ്ചി അല്ലെങ്കിൽ ഞണ്ട് പോലുള്ള മത്സ്യങ്ങളൊക്കെയാണ് ഇവിടെ കൃഷി നടത്തുന്നത്. ഇവർ നേരിടുന്ന കുറേ പ്രതിസന്ധികളുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൂടുതൽ പേർ ഈ കൃഷിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ആകർഷിക്കുന്ന കുറേ ഘടകങ്ങൾ കൂടിയുണ്ട്. അതൊക്കെ ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചാണ് നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ബാങ്ക് നമുക്ക് കുറഞ്ഞ പലിശയിൽ 1 ലക്ഷം രൂപ ഒരു ഈടില്ലാണ്ടാണ് നമുക്ക് തന്നത്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 1 ലക്ഷം രൂപ മുടക്കിയിട്ട് പെട്ടെന്ന് ഒരു കൂട് കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ എടുത്തിട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധാരണ ജനങ്ങൾക്ക് എന്നെ പോലെ തന്നെ ചെറുപ്പക്കാർക്ക് ഏറ്റവും ഗുണകരമാണ്. എന്ന് വെച്ചാൽ ഒരു ജോലിക്ക് പോണതിൻ്റെ ഒപ്പം തന്നെ നമുക്കിത് ചെയ്യാം. നമുക്കിപ്പോൾ ഒരിപ്പോൾ കാളാഞ്ചിയൊക്കെയാണ് ഇടണമെങ്കിൽ നമുക്കൊരു 1 ലക്ഷം രൂപ നമുക്ക് കിട്ടണമെങ്കിൽ 60,000 രൂപ ലാഭമായിരിക്കും. 40,000 രൂപ നമ്മുടെ ചിലവായിരിക്കുള്ളൂ. അപ്പോൾ ഒരു 60% ലാഭവും 40% ചിലവായിരിക്കുള്ളൂ. ഏഴിക്കരയിലെ ഈ കർഷകരും പള്ളിയാക്കൽ സഹകരണ ബാങ്കും ഒക്കെ തീർക്കുന്നതാണ് യഥാർത്ഥ കേരള മോഡൽ. ഒരുപാട് നന്മയുള്ള മനുഷ്യരുടെ കഥ. കൊച്ചിയിൽ നിന്ന് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. തീർച്ചയായിട്ടും ഏതായാലും ഏഴിക്കര പഞ്ചായത്തും പള്ളിയാക്കൽ സഹകരണ ബാങ്ക് ചേർന്ന് അവിടുത്തെ തന്നെ വിഭവങ്ങളെ, അവിടുത്തെ തന്നെ കൃഷിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തനത് വിഭവങ്ങളെ ഉൽപ്പാദിപ്പിച്ച് ഒരു ഭക്ഷ്യ സ്വയം പര്യാപ്തത ആശയത്തിൻ്റെ ഏറ്റവും മികച്ച മാതൃക ഏതായാലും ഒരുപാടിടങ്ങളിലേക്ക് പകർത്തപ്പെടട്ടെ. ഒരുപാട് പേർക്ക് പ്രചോദനമായി ഏതായാലും ഏഴിക്കര മാറട്ടെ.